നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നലെ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായത്? ആരാ പറയാ? സ്നേഹ പറഞ്ഞാട്ടെ, ഇന്നലെ നമ്മളെന്താ പഠിച്ചിട്ടുണ്ടായെന്ന്? വൺ ഡയമെൻഷണൽ ഇക്വേഷന്റെ ഡെറിവേഷൻ. വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷന്റെ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ടായിനി. എല്ലാവർക്കും ഓർമ്മയില്ലേ ഇതെങ്ങനെയാ ഡിറൈവ് ചെയ്ത് വന്നതെന്നെല്ലാം? ഏകദേശം കുറച്ചെങ്കിലും ഓർമ്മയുണ്ടാവൂലേ? ഒന്ന് കമന്റ് ബോക്സ് പറഞ്ഞാട്ടെ, ഉണ്ടോ ഇല്ലയോന്ന്. ഫുള്ളായിട്ടല്ലെങ്കിലും കുറച്ച് കുറച്ച് എവിടെയെല്ലാം ഓർമ്മയില്ലേ? ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് എന്താ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വേവ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ ഉണ്ടോ, എങ്ങനെയാ അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സൊല്യൂഷൻ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. അപ്പൊ നോക്കിയാട്ടെ നിങ്ങൾ, ഞാൻ പ്രസന്റ് ചെയ്ത സ്ക്രീൻ നോക്കിയാട്ടെ. ദ സൊല്യൂഷൻ ഓഫ് ദി വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ, അതാണ് ആ ഒരു വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്തു ഞാൻ, ആ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ആ ഒരു വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ അങ്ങനെ എടുത്തെഴുതി. ഇനി ഈ ഒരു സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാ കാണാൻ പോകുന്നത്? നിങ്ങൾക്ക് ആ ഒരു പ്രസന്റേഷൻ്റെ അകത്ത് എഴുതിയത് കണ്ടിട്ട് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് ഏതെങ്കിലും ഒരു ഐഡിയ കാണുന്നുണ്ടോ? നമ്മളിപ്പം സ്ക്രീന് പ്രസന്റ് ചെയ്ത ആ ഒരു എന്താ പറയുക ഫോംസുകൾ കാണുമ്പം നമ്മൾ ഈ കഴിഞ്ഞ മോഡ്യൂൾ പഠിച്ച ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കാണുന്നതെന്ന് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാട്ടെ. ആ ഫോംസ് എല്ലാം കാണുമ്പോൾ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പോലെയാ തോന്നുന്നേ? ഓക്കെ, സെപ്പറബിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ കാണാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് തന്ന വേവ് ഇക്വേഷനകത്ത് നമ്മൾ ഇത്ര നാളും സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ടി എന്ന് പറഞ്ഞിട്ടാണ് സെപ്പറബിൾ ഫോം യൂസ് ചെയ്തത്. ഇവിടെ സെഡിന് പകരം എന്താണ്, യു ആണ്. അപ്പം യു ഇസ് ഈക്വൽ ടു എക്സ് ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ആ സെപ്പറബിൾ ഫോമിലെല്ലാം ആക്കിയിട്ട് എന്ത് കണ്ടുപിടിക്കുക, എക്സിൻ്റെയും ടീൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആ യു എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ആ യു എന്താണ്, ഇങ്ങനെയുള്ള ഒരു വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാ വരുന്നത്. ഞാൻ ആദ്യം എന്ത് ചെയ്തു, ആ തന്ന ആ ഒരു വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്ന യു ആന്ന് എടുത്തു. യു ഇസ് ഈക്വൽ ടു എക്സ് ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കണം എനിക്ക്, ആ ഇക്വേഷൻ വണ്ണിൻ്റെ അകത്ത് എന്തൊക്കെയാ വേണ്ടത്? ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ വേണം. പിന്നെയോ ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയറും വേണം. എങ്ങനെയാ നമ്മൾ ആ യു ഇസ് ഈക്വൽ ടു എക്സ് ടി വെച്ചിട്ട് സെപ്പറബിൾ ഫോമിൽ ചെയ്തിട്ടുണ്ടായത്? ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ ശരിക്ക്, യുവിനെ വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്യും അല്ലേ. അപ്പം എക്സ് ഇൻറ്റു ടി ഡബിൾ ഡാഷ് എന്ന് വരും അല്ലേ? ഓർമ്മയില്ലേ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്തട്ടെ. ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ കഴിഞ്ഞ സെപ്പറബിൾ ഫോമിൽ ചെയ്തിട്ടുണ്ടായത്? ഓർമ്മയില്ലായിരിക്കും. അവിടെ എക്സ് ഇൻറ്റു വൈ ആണ്. ഇവിടെയോ നമ്മൾ തന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ടിയും എക്സും വെച്ചിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ എടുക്കുന്ന ആ യു എന്ന് പറയുന്ന സൊല്യൂഷൻ ഏത് ഫോമിലുണ്ടാവുക, എക്സ് ഇൻറ്റു ടി എന്ന് പറയുന്ന ഫോമിലുണ്ടാവുക. അത്രേ ഇവിടെ മാറ്റുള്ളൂ. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് തന്ന ഇക്വേഷൻ്റെ അകത്ത് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോംസ് നമ്മൾ ഈ ഒരു സെപ്പറബിൾ ഫോമിന്റെ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഇപ്പം ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ടി ഡബിൾ ഡാഷ് ആണ് കിട്ടി. അതുപോലെ ഇനി നമുക്ക് റൈറ്റ് സൈഡിൻ്റെ അകത്ത് എന്ത് കണ്ടുപിടിക്കാനുണ്ട്, ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയാട്ടെ, ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, എക്സ് ഡബിൾ ഡാഷ് ടി. അപ്പൊ ഇത് രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, ശരിക്ക് ആ ഇക്വേഷൻ വണ്ണിൻ്റെ അകത്ത് ഈ രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എന്താ കിട്ടിയ എനിക്ക് നോക്കിയാട്ടെ, എക്സ് ടി ഡബിൾ ഡാഷ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു എക്സ് ഡബിൾ ഡാഷ് ടി. ഇനി എന്ത് ചെയ്യാം, എക്സിനെ എല്ലാം എക്സിന്റെ ടേംസിന്റെ അകത്തേക്ക് എക്സിന്റെ ഭാഗത്തേക്ക് എടുക്കുക, വൈനെ എല്ലാം ടീനെല്ലാം ടീന്റെ ഭാഗത്തേക്ക് കൊടുക്കുക. അപ്പൊ ഇവിടെ എങ്ങനെയാ വരിക നോക്കിയാട്ടെ. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എക്സും ടി ഡബിൾ ഡാഷും ഉള്ളത്, റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഡബിൾ ഡാഷും ടി ഉള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ എക്സ് ഡബിൾ ഡാഷിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് എക്സിനെയും ചൂസ് ചെയ്തു, ടി ഡബിൾ ഡാഷിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് എന്ത് ചൂസ് ചെയ്തു, ടിയും ചൂസ് ചെയ്തു. പിന്നെ ബാക്കി എന്താ ഉള്ളത്, അവിടെ ഒരു സി സ്ക്വയർ ഉണ്ട്. അത് ഞാൻ എന്ത് ചെയ്തു, ആ ടീന്റെ കൂടെ ഞാൻ എടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിന്റെ കൂടെ എടുക്കാം, പക്ഷേങ്കിൽ നമ്മൾ ഓൾറെഡി പഠിക്കുന്ന വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ ടീന്റെ കൂടെ സി സ്ക്വയർ വരുന്ന ടേംസിലായതുകൊണ്ടാണ് ഇവിടെ ഞാൻ എന്ത് ചൂസ് ചെയ്തത്, ആ ടീന്റെ ഭാഗത്തേക്ക് ആ സി സ്ക്വയറിനെ കൊണ്ടുപോയത്.
അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ് ഡബിൾ ഡാഷ് ബൈ ടിയും റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് 1/c² ഇൻറ്റു ടി ഡബിൾ ഡാഷ് ബൈ ടിയും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്? ഒരു കോൺസ്റ്റന്റിനോട് ഇക്വേറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വേരിയബിളിനോടാ ഇക്വേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ എക്സും ടിയും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരു ഈക്വൽ ഫോമിൽ കിട്ടൂല. ഒരു കോൺസ്റ്റന്റിനോട് ഇക്വേറ്റ് ചെയ്താൽ മാത്രമേ ഈ രണ്ട് ഭാഗവും, ഈ ലെഫ്റ്റ് സൈഡും ഈ റൈറ്റ് സൈഡും ഈക്വൽ ആവുള്ളൂ. ഒരു കോൺസ്റ്റന്റിനോട് മാത്രമേ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ എനിക്ക് ഇക്വേറ്റ് ചെയ്ത സമയത്ത് എന്ത് കിട്ടി? ഇക്വേഷൻ 2ഉം കിട്ടി, ഇക്വേഷൻ 3യും കിട്ടി. നോക്കിയാട്ടെ, ഇക്വേഷൻ 2 എന്ന് പറയുന്നത് എക്സ് ഡബിൾ ഡാഷ് ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു കെയും പിന്നെയോ 1/c² ഇൻറ്റു ടി ഡബിൾ ഡാഷ് ബൈ ടി ഇസ് ഈക്വൽ ടു കെയും. അപ്പൊ ഈ ഇക്വേഷൻ 2ഉം 3യും കിട്ടിയാൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്ന് പറഞ്ഞാട്ടെ, കൺഫ്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് വേഗം പറയും. രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്സിൽ? ബോയ്സ് ഒന്നും എന്താ കമന്റ് ചെയ്യാത്തെ? കൃഷ്ണേത്തുവിന് കൺഫ്യൂഷൻ ഉണ്ടാ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ. ഒന്നുകൂടി പറയണ? ഏത് തൊട്ടാ ഒന്നുകൂടി പറയേണ്ടത്? ഇക്വേഷൻ 1 ഏത് തൊട്ടാ ഒന്നുകൂടി പറയേണ്ടത്? ആ സെപ്പറേറ്റ് ചെയ്ത ഫോം മനസ്സിലായിട്ടില്ലേ? സെപ്പറേറ്റ് ചെയ്ത ഫോം മനസ്സിലായിട്ടില്ലേ? ഏതാദ്യം തൊട്ടേ? നമ്മളെ വേവ് ഇക്വേഷനാ? ഒന്നുകൂടി പറയാ, വേഗം പറയുവേ, ശ്രദ്ധിക്കണം. നമുക്ക് തന്ന വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് ((⍴u ഡിവൈഡഡ് ബൈ ((t²) ഈക്വൽ ടു c² ഇൻറ്റു ((⍴u ഡിവൈഡഡ് ബൈ ((x²) ആണ്. അപ്പൊ നമ്മൾ സെപ്പറബിൾ ഫോം കഴിഞ്ഞ മൊഡ്യൂൾ പഠിച്ചതാണ്. അതിൻ്റെ അകത്ത് എന്താ ചെയ്തത്? സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്ന ഫോമിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം നമ്മളെ സൊല്യൂഷൻ അങ്ങനെയാണ് എന്ന് എടുത്തിട്ട് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ എന്താ, വിത്ത് റെസ്പെക്ട് ടു ടിയും എക്സും വെച്ചിട്ടാണ് നമ്മളെ ആ വേവ് ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സിൻ്റെയും ടീൻ്റെയും പ്രൊഡക്റ്റാണെന്ന് നമ്മളങ്ങ് വിചാരിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് തന്ന ഇക്വേഷൻ്റെ അകത്ത് ഏതെല്ലാം ടേംസാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ആ ഒരു എന്താ പറയുക ഡാഷിൻ്റെ ഫോമിൻ്റെ അകത്തേക്ക് മാറ്റുക. അതായത് എക്സ് ടി ഡബിൾ ഡാഷ് പിന്നെ എക്സ് ഡബിൾ ഡാഷ് ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നമ്മളത് ഇക്വേഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇക്വേഷൻ 1 ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയും ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു? എക്സിനെല്ലാം എക്സിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി, ടീനെല്ലാം ടീൻ്റെ ഭാഗത്തേക്കും കൊണ്ടുപോയി. എന്നിട്ടോ നമ്മൾ സെപ്പറബിൾ ഫോം ചെയ്ത പോലെ തന്നെ കെയോട് ഇക്വേറ്റ് ചെയ്തു. അന്നേരം രണ്ട് ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടി. ഒന്നാമത്തെ എക്സിൻ്റെ ടേംസ് മാത്രമുള്ളതിനോട് കെ ഇക്വേറ്റ് ചെയ്ത ഒരു ഇക്വേഷനും ടീൻ്റെ ടേംസ് മാത്രമുള്ളതിനോട് കെ ഇക്വേറ്റ് ചെയ്ത വേറൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. മനസ്സിലായാ? ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്കിപ്പം ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3യും കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യം ഇക്വേഷൻ 2 കൺസിഡർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ആ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഇക്വേഷൻ 3 സോൾവ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ടീൻ്റെ വാല്യൂയും കണ്ടുപിടിക്കുക. നിങ്ങൾ നോക്കിയാട്ടെ, ഇക്വേഷൻ 2 എന്ന് പറയുന്നത് എന്താ? എക്സ് ഡബിൾ ഡാഷ് ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു കെ. അപ്പോൾ അതിനെ ഞാൻ എന്ത് ചെയ്തു? എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു കെ എക്സ് എഴുതി. അതായത് എക്സ് ഡബിൾ ഡാഷിൻ്റെ ഡിനോമിനേറ്ററിനെ കെനോട് കൊണ്ടുപോയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു കെ എക്സ് എന്ന് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? എനിക്കതൊരു സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം ആക്കാൻ വേണ്ടിയിട്ട് എക്സ് ഡബിൾ ഡാഷ് മൈനസ് കെ എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പോൾ ഇതെന്താ? ഈ ഞാൻ ബോക്സിൽ ഇട്ട് വെച്ച സംഭവം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ആദ്യം ചെയ്യേണ്ടത്? അതിനെ നമ്മൾ ഓക്സിലറി ഫോമിൻ്റെ അകത്തേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുക. പിന്നെയോ റൂട്ട്സിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു ജനറൽ സൊല്യൂഷൻ കിട്ടും. ആ ജനറൽ സൊല്യൂഷൻ്റെ അകത്തേക്ക് നമ്മളെ എമ്മുകളെ, അതായത് റൂട്ട്സുകളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതേ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ. നോക്കിയാട്ടെ, നമുക്ക് എക്സ് ഡബിൾ ഡാഷ് മൈനസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? m² മൈനസ് കെ ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഞാൻ എടുക്കുന്ന കെ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവാണ്. അപ്പം എന്ത് വരും? m² ഇസ് ഈക്വൽ ടു കെ വരും. അങ്ങനെയാണെങ്കിൽ എം എന്ന് പറയുന്നത് എന്താ? +or- √k എന്ന് പറയുന്ന ഫോമിൽ കിട്ടും. അതായത് ഇവിടുത്തെ എമ്മുകൾ, അതായത് രണ്ട്
റൂട്ട് കിട്ടി. അത് രണ്ടും എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഏതല്ല, ഒന്ന് പ്ലസ് റൂട്ട് കെയും പിന്നെയോ മൈനസ് റൂട്ട് കെയും. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താ, എക്സ് ഇസ് ഈക്വൽ ടു C1 ഇ റൈസ് ടു M1x പ്ലസ് C2 ഇ റൈസ് ടു M2x. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ M1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, M2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ എനിക്ക് എന്താ കിട്ടിയേ, എക്സ് ഇസ് ഈക്വൽ ടു C1 ഇ റൈസ് ടു റൂട്ട് കെ ഇൻറ്റു എക്സ് പ്ലസ് C2 ഇ റൈസ് ടു മൈനസ് റൂട്ട് കെ ഇൻറ്റു എക്സ് എന്ന് കിട്ടി. അതാണ് എന്ത്, ഇക്വേഷൻ 4. അപ്പൊ എക്സിന്റെ വാല്യൂ കെ പോസിറ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് കിട്ടി. ആ എക്സ് കിട്ടിയാൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞട്ടെ. ഇതെല്ലാം നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണ്. മുന്നേ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. കൺഫ്യൂഷൻ ഇല്ലാലോ? എല്ലാരും ഒന്ന് പറഞ്ഞട്ടെ, കൺഫ്യൂഷൻ ഉണ്ടോ ഇല്ലയോന്ന്. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ഇല്ല എന്നാ പറയുന്നത്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. ഇനി എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, വൈൻ്റെ സോറി ഇവിടെ ടി ആണ്, ടീന്റെ വാല്യൂ എന്താന്ന് കണ്ടുപിടിക്കാം. ടീന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, ആ മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ അങ്ങനെ എടുത്തെഴുതുക. മൂന്നാമത്തെ ഇക്വേഷൻ എടുത്ത് എഴുതി കഴിയുമ്പോൾ എന്താ വരിക നോക്കിയാട്ടെ. ആ മൂന്നാമത്തെ ഇക്വേഷൻ എഴുതി നോക്കേ നിങ്ങൾ. അപ്പോൾ 1/c² ഇൻറ്റു ടി ഡബിൾ ഡാഷ് ബൈ ടി ഈസ് ഈക്വൽ ടു കെ ആണുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ടി ഡബിൾ ഡാഷിനെ മാത്രം ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് ബാക്കി C² ടീനെ എന്ത് ചെയ്തു, റൈറ്റ് സൈഡിൽ കെൻ്റെ കൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ടി ഡബിൾ ഡാഷ് ഈക്വൽ ടു കെ C² ടി എന്ന് കിട്ടും. ഇനി ഞാൻ എന്ത് ചെയ്തു, അതിനൊരു സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ ബോക്സ് കൊടുത്ത പോലെ എഴുതിയിട്ടില്ല. നോക്കിയാട്ടെ, ആ കെ ഇൻറ്റു C² ടീനെ ഞാൻ എന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നു. അപ്പം പോസിറ്റീവായ KC² ടി എന്ന് പറയുന്നത് നെഗറ്റീവ് KC² ടി ആയി. അപ്പം ടി ഡബിൾ ഡാഷ് മൈനസ് കെ ഇൻറ്റു C² ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതാണ് നമ്മൾ എന്ത്, സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ടീൻ്റെ ഫോം. ഇങ്ങനെ ടീൻ്റെ ഫോമിൽ നമുക്കൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ എവിടെയും പ്രൊസീഡ് ചെയ്യുക. എന്താ ചെയ്യുക, ആദ്യം നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സിലറി ഫോം എഴുതുക. എങ്ങനെയാണ് ഓക്സിലറി ഫോം എഴുതുക, ആ ടീക്ക് പകരം എം കൊടുക്കുക. ടി ഡബിൾ ഡാഷ് ആകുമ്പോൾ M² ആകും. പിന്നെ ഈ രണ്ടാമത്തെ ടേമിൻ്റെ അകത്ത് എമ്മിനെ നമ്മൾ പരിഗണിക്കൂല. അതുള്ള ഓൾറെഡി നമ്മൾ സെക്കൻഡ് സെമ്മിൽ തേർഡ് മോഡ്യൂൾ പഠിച്ചതാണ്. അത് ആരുടെയെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ആ ഒരു പേജിൽ എടുത്തൊന്ന് മറിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഓക്സിലറി ഇക്വേഷൻ ആയിട്ട് നമുക്ക് M² മൈനസ് KC² എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ ഇങ്ങനെ കണ്ടുപിടിക്കുക, M² ഇസ് ഈക്വൽ ടു KC² എന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ എന്ത് കിട്ടും, പ്ലസ് ഓർ മൈനസ് റൂട്ട് കെ ഇൻറ്റു സി വരും. കാരണം റൂട്ട് C² എന്ന് പറയുന്നത് എന്താവും, ആ C² റൂട്ടും കൂടി അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ജസ്റ്റ് സി മാത്രമാവും. അപ്പം M ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് കെ ഇൻറ്റു സി കിട്ടി. ഇവിടെയും എന്താണ്, രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ടുകളാണ്. അപ്പോൾ അവിടുത്തെ ഈ ഓക്സിലറി ഇക്വേഷൻ എന്ത് തന്നെയാണ്, നമുക്ക് എക്സ് കിട്ടിയ അതേ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, എക്സ് കിട്ടിയത് ഈ ഒരു ജനറൽ ഫോം തന്നെയാണ് വരിക. എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നതിന് പകരം ഇവിടെ ടി ഈസ് ഈക്വൽ ടു, പിന്നെയോ നമ്മൾ ഓൾറെഡി C1 C2 കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ എടുത്ത സ്ഥിതിക്ക് ഇനി C3 C4 ഞാനിവിടെ കോൺസ്റ്റന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് വരും, ടി ഈസ് ഈക്വൽ ടു C3 ഇ റൈസ് ടു M1ന് പകരം റൂട്ട് കെ സി കൊടുക്കുക. അപ്പം റൂട്ട് കെ സി ടി പ്ലസ് C4 ഇ റൈസ് ടു അടുത്ത M2ന് പകരം എന്ത് കൊടുക്കുക, മൈനസ് റൂട്ട് കെ സി കൊടുക്കുക. അപ്പം മൈനസ് റൂട്ട് കെ സി ഇൻറ്റു ടി വരും. ഇതാണ് നമ്മൾ എന്ത്, ടി. ടീൻ്റെ വാല്യൂ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം കെ പോസിറ്റീവായ സമയത്തുള്ള എക്സും ടിയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഒന്ന് പറഞ്ഞാട്ടെ. നമുക്ക് എക്സിൻ്റെ വാല്യൂവും കിട്ടി, ടീൻ്റെ വാല്യൂവും കിട്ടി. ഈ രണ്ട് ടേംസിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യേ. 2-3 കുട്ടികൾ മാത്രം മനസ്സിലാക്കിയതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. ബോയ്സിന് കൺഫ്യൂഷൻ ഉണ്ടോ? ജിബി മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്സിൽ, ബാക്കി ആരും ഇല്ലേ? ഓക്കെ, അപ്പം കൺഫ്യൂഷൻ ഇല്ല എന്നാ പറയുന്നത്. ബാക്കി ഞാൻ പ്രൊസീഡ് ചെയ്യാന്ന്. അപ്പം എക്സിൻ്റെയും ടീൻ്റെയും വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് എപ്പോഴാണ് നിങ്ങൾ നോക്കിയാട്ടെ, ഞാൻ എഴുതിയ നൗ 4 and 5 വെൻ കെ ഈസ് പോസിറ്റീവ്, കെ പോസിറ്റീവ് ആകുന്ന സമയത്ത്
അപ്പൊ നമ്മൾ കെ പോസിറ്റീവ് ആന്ന് പറഞ്ഞു. ഇനി എന്ത് ഞാൻ ചെയ്യുന്നുണ്ട്, ആ കേക്ക് പി സ്ക്വയറിന് പറയുന്ന ഒരു വാല്യൂ അങ്ങ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഇക്വേഷൻ 4ന്റെ അകത്ത് കേക്ക് പകരം പി സ്ക്വയർ കൊടുത്താൽ എന്താ സംഭവിക്കുക? ആ റൂട്ട് കെ എന്ന് പറയുന്നത് റൂട്ട് പി സ്ക്വയർ എന്നാകും. അതായത് റൂട്ട് പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ടും ഉണ്ട് സ്ക്വയറും ഉണ്ട്. അത് അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്താവും, ജസ്റ്റ് പി മാത്രം വരും. അങ്ങനെയാകുമ്പം എക്സിന്റെ ടേം എന്ന് പറയുന്നത് എന്താവും, എക്സ് ഇസ് ഈക്വൽ ടു C1 ഇ റേസ് ടു പി എക്സ് പ്ലസ് C2 ഇ റേസ് ടു മൈനസ് പി എക്സ് കിട്ടും. അതുപോലെ തന്നെ ആ ടീന്റെ അകത്ത് റൂട്ട് കേക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു, പി സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ എന്താ സംഭവിച്ചേ, റൂട്ട് പി സ്ക്വയർ എന്ന് പറയും. റൂട്ട് പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ടും ഉണ്ട് സ്ക്വയറും ഉണ്ട്. അത് രണ്ടും അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ജസ്റ്റ് പി മാത്രം വരും. അങ്ങനെയാകുമ്പോൾ ടി എന്ത് സംഭവിച്ചു, C3 ഇ റേസ് ടു സി പി ടി പ്ലസ് C4 ഇ റേസ് ടു മൈനസ് സി ഇൻറ്റു പി ടി എന്ന് കിട്ടി. അപ്പൊ ഇതാണ് നമുക്ക് എന്ത്, കെ പോസിറ്റീവും കെ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ എന്ന് പറഞ്ഞ ടേമും ആവുമ്പോൾ കിട്ടുന്ന എക്സിന്റെയും ടീന്റെയും വാല്യൂ. കാരണം എന്തിട്ടാ, നമ്മൾ ആ കെ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നില്ലേ ഇവിടെ ഈ 2 and 3, ആ ഒരു കോൺസ്റ്റന്റിന് എന്ത് വാല്യൂവും ഈ ഒരു കേസിൽ സ്വീകരിക്കാൻ പറ്റും. കാരണം എന്താ, ഒരു വേവ് ഇക്വേഷൻ ആണ്, എങ്ങനെയുള്ള മോഷൻ ആണെന്നെല്ലാം നമുക്ക് ലാസ്റ്റോട്ടേക്കേ മനസ്സിലാവുന്നുള്ളൂ. അപ്പം ഇവിടുത്തെ കെ ഒന്നുകിൽ പോസിറ്റീവ് ആകാം, ഒന്നുകിൽ നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ സീറോ ആകാം. അപ്പൊ നമ്മളിപ്പം കെ പോസിറ്റീവ് ആകുന്നത്, അതായത് കെ ഇസ് ഈക്വൽ ടു സം പി സ്ക്വയർ ആവുന്ന സമയത്തുള്ള എക്സിന്റെയും ടീന്റെയും വാല്യൂ ആണ് ഇപ്പൊ കണ്ടുപിടിച്ചത്. ഇനി അതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, കെ എന്ന് പറയുന്നത് നെഗറ്റീവ് ആകുമ്പോഴും കെ എന്ന് പറയുന്നത് സീറോ ആകുമ്പോഴും ഇല്ല എക്സിന്റെയും ടീന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. ഈ ഒരു കേസിൽ, അതായത് ഈ സെപ്പറബിൾ ഫോമിന്റെ അകത്ത് വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ കാണുന്നതിൽ മാത്രമേ ഇങ്ങനെ ചെയ്യണ്ടൂ. നമ്മളെ ഫസ്റ്റ് മോഡ്യൂളിൽ ചെയ്തതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു കോൺസ്റ്റന്റിനോട് ഇക്വേറ്റ് ചെയ്തിട്ട് ആൻസർ എഴുതിയാൽ മാത്രം മതി. അപ്പൊ ഇവിടെ നോക്കിയാട്ടെ നിങ്ങൾ, നമ്മളിപ്പം കെ പോസിറ്റീവായി കെ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ആവുന്ന തരത്തിലുള്ള ഒരു ഇക്വേഷന്റെ എക്സും കണ്ടുപിടിച്ച് ടിയും കണ്ടുപിടിച്ച്. ഇനി രണ്ടാമത്തെ കേസ് ഞാൻ എടുക്കുന്നത് കെ നെഗറ്റീവ്. കെ നെഗറ്റീവും അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയ സ്റ്റാറിലും സ്റ്റാർ ഡാഷിലും കെ നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ സ്റ്റാർ ഏതാ, ഇതാ ഇവിടെ നോക്കിയട്ടെ. സ്റ്റാർ എന്ന് പറയുന്നത് ഈ ഒരു ബോക്സ് കൊടുത്തിട്ടാ ഞാൻ എക്സ് ഡബിൾ ഡാഷ് മൈനസ് കെ എക്സ് ഇസ് ഈക്വൽ ടു സീറോൻ്റെ അകത്തെ ആ ഒരു കെ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ആ കെ എന്ന് പറയുന്നതിന് ഞാനൊരു വാല്യൂം കൂടി കൊടുത്തിട്ടുണ്ട്, മൈനസ് പി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, ആ സ്റ്റാർ എന്ന് പറയുന്നത് ഇതാ താഴെ തന്ന ഇക്വേഷൻ പോലെ ആകുമെന്നൊന്ന് നോക്കിയാട്ടെ. എക്സ് ഡബിൾ ഡാഷ് പ്ലസ് പി സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആകൂലേ? കാരണം എന്താ, അവിടെയുള്ള നെഗറ്റീവ് കെ എന്ന് പറയുന്നത് എന്തായി മാറും, നെഗറ്റീവ് ഓഫ് നെഗറ്റീവ്. അപ്പോൾ ഈ നടുക്കത്തത് എന്താവും, പോസിറ്റീവായി മാറും. അതേപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് കെ ഉള്ള സമയത്ത് ആ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഇവിടെയും പോസിറ്റീവ് ആകും. ആ 2 സ്റ്റാറും 3 സ്റ്റാറും എഴുതിയിലായിരിക്കും കൺഫ്യൂഷൻ ഉണ്ടാ. നമ്മൾ ആ കേക്ക് സ്റ്റാറിന്റെ അകത്തെയും സ്റ്റാർ ഡാഷിന്റെ അകത്തെയും കേക്ക് നമ്മൾ എന്ത് കൊടുത്തു, കെ ഇസ് ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. അപ്പൊ നമുക്ക് കിട്ടുക, ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ആ കെന്റെ വാല്യൂ മൈനസ് പി സ്ക്വയർ എന്ന് പറഞ്ഞ സ്റ്റാറിലും സ്റ്റാർ ഡാഷിലും കൊടുത്തതേ ഉള്ളൂ. അപ്പൊ നമുക്ക് 2 സ്റ്റാറും കിട്ടി 3 സ്റ്റാറും കിട്ടി. 2 സ്റ്റാർ എന്ന് പറഞ്ഞ എന്താ, എക്സ് ഡബിൾ ഡാഷ് പ്ലസ് പി സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീറോയും കിട്ടി. പിന്നെയോ ടി ഡബിൾ ഡാഷ് പ്ലസ് പി സ്ക്വയർ സി സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു സീറോ എന്നും കിട്ടി. ഈ രണ്ട് ഇക്വേഷനും കിട്ടിയാൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്ന് പറഞ്ഞാട്ടെ നിങ്ങൾ, എന്നാലേ എനിക്ക് അടുത്ത് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം 3 സ്റ്റാറും 2 സ്റ്റാറും കിട്ടിയതിൽ ആർക്കും കൺഫ്യൂഷൻ ഇല്ല. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നേരത്തെ അതേപോലെ തന്നെ ഇവിടെ എടുത്ത് എഴുതുക. ആദ്യം 2 സ്റ്റാർ പരിഗണിക്കുക, അതിൻ്റെ അകത്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. പിന്നെയോ 3 സ്റ്റാർ പരിഗണിക്കുക, അതിൻ്റെ അകത്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. നോക്കിയാട്ടെ, സോൾവിങ് 2 സ്റ്റാർ. അപ്പം 2 സ്റ്റാർ സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, എക്സ് ഡബിൾ ഡാഷ് പ്ലസ് പി സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഞാൻ കൺസിഡർ ചെയ്തു. അപ്പം അതിനെ ഞാൻ ഓക്സിലറി ഇക്വേഷൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതിയപ്പോൾ എന്താ കിട്ടിയേ, എം സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ. കാരണം എന്താ, നമ്മൾ ഓക്സിലറി ഇക്വേഷനിൽ പഠിച്ചതല്ലേ, അതേ സാധനം വെച്ചിട്ട് ഞാൻ ആ ഓക്സിലറി ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കിട്ടിയ 2 സ്റ്റാറിന് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി, എം സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എമ്മിന്റെ വാല്യൂ എന്താ വരിക ഒന്ന് നോക്കിയാട്ടെ, എം സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എന്താ, എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പി ഐ. നമുക്ക് കിട്ടിയത് എന്താ, ഒരു കോംപ്ലക്സ് റൂട്ടാണ് ഇവിടെ കിട്ടുക.
അതായത് നമ്മൾ ആ എക്സ് ടു സ്റ്റാർ എന്ന് പറയുന്ന ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ഓക്സിലറി ഇക്വേഷൻ എടുത്തെഴുതി ആ ഓക്സിലറി ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത സമയത്ത് അതിൻ്റെ അകത്ത് ആ റൂട്ടായ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താന്ന് കിട്ടി, +or-pi, അതായത് കോംപ്ലക്സ് റൂട്ടുകളാണ് കിട്ടി. അങ്ങനെ കോംപ്ലക്സ് റൂട്ടുകൾ കിട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഈ ഒരു സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു എ കോസ് ബീറ്റ എക്സ് പ്ലസ് ബി സൈൻ ബീറ്റ എക്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയ ആ ഒരു എമ്മിൻ്റെ അകത്ത് ഈ എം എന്ന് പറഞ്ഞ ശരിക്കും എന്താ, ആൽഫ +or-i ബീറ്റ ഫോമുല ഉണ്ടാവുക. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് 0 ആണ്, ബീറ്റ എന്ന് പറഞ്ഞ എന്താ ഇവിടെ ഒരു പി ആണ്. അപ്പൊ ഇനി ഈ ബീറ്റ കാണുന്നിടത്തെല്ലാം നമ്മൾ ആ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ആൽഫക്ക് 0 കൊടുക്കുക. അപ്പം e⁻0x എന്താവും, 1 ആകും. 1 അങ്ങനെ പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെയോ എ കോസ് ബീറ്റ എക്സ്, ആ ബീറ്റക്ക് പകരം പി കൊടുത്തിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് ഇപ്പുറത്തെ ആ ഒരു സെക്ഷൻ്റെ അകത്തും ബീറ്റക്ക് ഞാൻ പി കൊടുത്തിട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് പി എക്സ് പ്ലസ് ബി സൈൻ പി എക്സ് എന്ന് പറയുന്ന ഒരു ഫോമിൽ നമുക്ക് എന്ത് കിട്ടി, എക്സിന്റെ വാല്യൂ എപ്പോഴും കെ ഇസ് ഈക്വൽ ടു -p² ആകുന്ന സമയത്ത് കിട്ടി. ഇനി അതുപോലെ എന്ത് ചെയ്യാം, ആ 3 സ്റ്റാർ കൺസിഡർ ചെയ്തിട്ട് ഈ ഒരു കേസിൽ ടീന്റെ വാല്യൂ എന്താ കിട്ടുക നോക്കിയാലോ നമുക്ക്. ഞാൻ ആ 3 സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ അങ്ങനെ എടുത്ത് എഴുതി നോക്കിയാട്ടെ. T∬+ p²t ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു. എന്നിട്ടോ ഓക്സിലറി ഇക്വേഷൻ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പൊ എന്ത് കിട്ടി, m² p² c² ഇസ് ഈക്വൽ ടു 0 വന്ന്. അവിടെയും എന്താ സംഭവിക്കുക, m² ഇസ് ഈക്വൽ ടു -p² c². കാരണം എന്താ, പോസിറ്റീവായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന p² c²നെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ -p² c² എന്ന് വന്നു. അപ്പം ഇനി എം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അങ്ങനെ സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക, ഇതും ഒരു കോംപ്ലക്സ് റൂട്ട് ആയിട്ട് കിട്ടും. അതായത് +or-pci ആയിട്ട് നമ്മളെ എമ്മുകൾ കിട്ടും. കോംപ്ലക്സ് റൂട്ടാണെങ്കിൽ നേരത്തെ അതേ ഇക്വേഷൻ തന്നെ വരും. എന്താ വരിക, പക്ഷെ ടീന്റെ ഫോമിലേക്ക് മാത്രം മാറുന്നേ ഉള്ളൂ. പിന്നെയോ ഞാൻ ഓൾറെഡി മുകളിൽ എ ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ടേംസ് എടുത്തത് കൊണ്ട് ഇവിടെ ഞാൻ എടുക്കുന്ന കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത് A1 B1 എന്ന് പറ്റി ജസ്റ്റ് അതിനൊന്ന് പേര് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടി ഇസ് ഈക്വൽ ടു e⁻α t ഇൻറ്റു A1 കോസ് ബീറ്റ ടി പ്ലസ് B1 സൈൻ B1 സൈൻ ബി ടി എന്ന് കിട്ടും, ബീറ്റ ടി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യാം, എം ഇസ് ഈക്വൽ ടു ആൽഫ +or-i ബീറ്റ എന്ന് നമുക്ക് അറിയുന്നുണ്ട്. ഇവിടെയും എന്താ, ആൽഫ എന്ന് പറയുന്നത് 0 ആയിട്ട് അങ്ങ് പോകും. പിന്നെയോ ബീറ്റ എന്ന് പറയുന്നത് PC ആയിട്ട് അങ്ങ് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ ബീറ്റക്ക് പകരം രണ്ട് ഭാഗത്തും ആ PC എന്ന് പറയുന്ന വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ ടി കിട്ടുക, ടി ഇസ് ഈക്വൽ ടു A1 കോസ് PCT പ്ലസ് B1 സൈൻ PCT എന്ന് കിട്ടും. അതായത് ഈ ഒരു ബ്രാക്കറ്റിന്റെ അകത്തുള്ളതാണ് കെ എന്ന് പറയുന്നത് നെഗറ്റീവ് ആവുമ്പോൾ കിട്ടുന്ന നമ്മളെ എന്ത്, ടീന്റെ വാല്യൂ. അപ്പം കെ നെഗറ്റീവ് ആവുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി, ടീന്റെ വാല്യൂ കിട്ടി. ഇതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, ഈ കെ നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് കിട്ടിയ എക്സിന്റെയും ടീന്റെയും വാല്യൂവിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്ന് പറഞ്ഞട്ടെ, കമന്റ് ചെയ്താ. എല്ലാരും കമന്റ് ചെയ്യും. ബോയ്സിലാകെ ജിബിയും വിഷ്ണുവും മാത്രമേ ഉള്ളൂ, ബാക്കി ആരും എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ ആർക്കും കൺഫ്യൂഷൻ ഇല്ല. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് കെ എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചു, കെ എന്ന് പറയുന്നത് നെഗറ്റീവ് ആകുന്ന സമയത്തുള്ള എക്സിന്റെയും ടീന്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ ഉള്ളത്, കിഷന് കൺഫ്യൂഷൻ ഉണ്ടോ? കിഷൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ. കൺഫ്യൂഷൻ ഇല്ല അല്ലെ, ഓക്കെ. അപ്പം നമ്മൾ കെ എന്ന് പറയുന്നത് പോസിറ്റീവ് ആകുമ്പോൾ ഉണ്ടാവുന്ന എക്സിന്റെയും ടീന്റെയും വാല്യൂ പറഞ്ഞു, കെ എന്ന് പറയുന്നത് നെഗറ്റീവ് ആകുമ്പോഴുണ്ടാകുന്ന എക്സിന്റെയും ടീന്റെയും വാല്യൂ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ്, കെ എന്ന് പറയുന്നത് 0 ആകുമ്പോഴെന്താ സംഭവിക്കാന്ന് ഇനി അടുത്ത ചെക്ക് ചെയ്യേണ്ടത്. കെ എന്ന് പറയുന്നത് 0 ആകുമ്പം 0 എന്ന് പറയുന്നത് ആ സ്റ്റാറിലും സ്റ്റാർ ഡാഷിലും കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആദ്യം തന്നെ നോക്കിയാട്ടെ നിങ്ങൾ.
നമ്മൾ സ്റ്റാർ എന്ന് പറയുന്ന ഇക്വേഷൻ എന്താ ഇതാ, സ്റ്റാർ എന്ന് പറയുന്നത് ഈ ഒരു ബോക്സിൽ ടോപ്പിൽ ഇതാ ഒരു ബോക്സിന്റെ അകത്ത് എക്സ് ഡബിൾ ഡാഷ് മൈനസ് കെ എക്സ് ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ അതിന്റെ അകത്ത് കെ എന്ന് പറഞ്ഞാൽ സീറോ എന്ത് പോകും, ഈ രണ്ടാമത്തെ ടേംസ് കംപ്ലീറ്റ് അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് എക്സ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു സീറോ എന്നും വരും. അതുപോലെ തന്നെ സ്റ്റാർ ഡാഷിൽ കെന്റെ വാല്യൂ സീറോ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ കെ സി സ്ക്വയർ ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ് അങ്ങ് പോകും. കംപ്ലീറ്റ് പോയി കഴിഞ്ഞിട്ട് എന്താ വരിക, ടി ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഫോമിൽ കിട്ടും അല്ലേ. അപ്പൊ ഇനി എന്ത് ചെയ്യാം, അത് രണ്ടും വെച്ചിട്ട് നമുക്ക് അടുത്ത പ്രൊസീഡ് ചെയ്ത് നോക്കാം. നോക്കിയാട്ടെ നിങ്ങള്, when k is 0 in star and star dash എന്താ വരിക നമുക്ക്, എക്സ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു സീറോ, പിന്നെയോ ടി ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു സീറോ. രണ്ടെണ്ണം നമുക്ക് ഇക്വേഷൻ കിട്ടി. അതിന് ഞാൻ എന്ത് കൊടുത്തു, നേരത്തെ ടു സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ നൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഞാൻ ടു ഡബിൾ സ്റ്റാർ കൊണ്ട് ആദ്യത്തെ ഇക്വേഷൻ നൊട്ടേറ്റ് ചെയ്ത് രണ്ടാമത്തെ ഇക്വേഷന് ത്രീ ഡബിൾ സ്റ്റാർ കൊണ്ടും നൊട്ടേറ്റ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാം, ആദ്യം ടു ഡബിൾ സ്റ്റാർ അങ്ങ് പരിഗണിക്കാം. അപ്പം എക്സ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് അങ്ങനെ എടുത്ത് എഴുതി. പിന്നെയോ അതിന്റെ ഓക്സിലറി ഫോം എന്താ വരിക, എം സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ വരും അല്ലേ. അങ്ങനെയാകുമ്പോൾ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് എമ്മുകളും അതായത് രണ്ട് റൂട്ടുകളും സീറോ ആണ്, ഈക്വൽ റൂട്ട്സാണ് കിട്ടുന്നത്. ഇവിടെ എം സീറോ ആയിട്ട് ഈക്വൽ റൂട്ട്സുകളാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ജനറൽ ഫോം നമുക്ക് എന്താണെന്നറിയാം, എക്സ് ഇസ് ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു എക്സ് ഇ റേസ് ടു എം എക്സ് എന്നാണ് അതിന്റെ ജനറൽ ഫോം വരുന്നത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ആ എമ്മിന് പകരം നമുക്ക് കിട്ടിയ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്താ വരിക, സി വൺ പ്ലസ് സി ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു സീറോ ഇൻറ്റു എക്സ്. അതെന്തായി മാറും, സീറോ ആയിട്ട് മാറും. അപ്പം ബാക്കി എന്തേ വരൂ, എക്സ് ഇസ് ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു ഇൻറ്റു എക്സ് വരും. അപ്പൊ നമുക്ക് ടു ഡബിൾ സ്റ്റാർ എന്ന് പറയുന്നത് സോൾവ് ചെയ്ത സമയത്ത് എക്സിന്റെ വാല്യൂ സി വൺ പ്ലസ് സി ടു എക്സ് കിട്ടി. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ത്രീ ഡബിൾ സ്റ്റാറും സോൾവ് ചെയ്യാം. ത്രീ ഡബിൾ സ്റ്റാർ സോൾവ് ചെയ്യുമ്പോൾ എന്താ വരുന്നത് നോക്കിയാട്ടെ, ത്രീ ഡബിൾ സ്റ്റാറിന്റെ അകത്ത് നമുക്ക് ത്രീ ഡബിൾ ഡാഷ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്താ, എം സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ വരും. അതിൻ്റെ അകത്ത് നമുക്ക് എം ഇസ് ഈക്വൽ ടു സീറോ സീറോ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഈക്വൽ റൂട്ട്സുകൾ തന്നെ കിട്ടും. പിന്നെയോ ഞാൻ ഇവിടെ സി വണ്ണും സി ടു ഓൾറെഡി പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തുകൊണ്ട് അടുത്തതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു, സി ത്രീയും സി ഫോറും ഞാൻ കോൺസ്റ്റന്റിന്റെ ടേംസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിലോ ടി എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്താ വരുന്നത് നോക്കിയാട്ടെ, സി ത്രീ പ്ലസ് സി ഫോർ ടി ഇ റേസ് ടു എം ഇൻറ്റു എക്സ് വരും. അപ്പൊ ഇവിടുത്തെ എമ്മിനും എന്ത് കൊടുക്കുക, സീറോ എന്നുള്ള വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടി എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്, സി ത്രീ പ്ലസ് സി ഫോർ ടി വരും. അപ്പം കെ ഇസ് ഈക്വൽ ടു സീറോ ആകുന്ന കേസിൽ എക്സിന്റെയും ടിന്റെയും വാല്യൂ കണ്ടുപിടിച്ചാൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാ, എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടാ, ഒന്ന് പറഞ്ഞാട്ടെ. ബാക്കി എല്ലാവർക്കും കൺഫ്യൂഷനാ, എന്താ ആരും റെസ്പോണ്ട് ചെയ്യാത്ത, എപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടികൾ മാത്രം എന്നും റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ. ഓക്കെ, അപ്പം നമുക്കിപ്പം മൂന്ന് ടൈപ്പ്, അതായത് ഒന്ന് കെ ഗ്രേറ്റർ ദാൻ സീറോ അതായത് പോസിറ്റീവ്, പിന്നെ കെ ലെസ് ദാൻ സീറോ അതായത് നെഗറ്റീവ്, പിന്നെ കെ ഇസ് ഈക്വൽ ടു സീറോ. ഈ മൂന്ന് ടൈപ്പിലും എക്സിന്റെയും ടിന്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. അപ്പം അതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, യു ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടി എന്ന് പറയുന്നതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം മൂന്ന് കേസിൽ നമുക്ക് മൂന്ന് ടൈപ്പ് സൊല്യൂഷനാണ് ഇവിടെ കിട്ടിയത്. ഞാനിവിടെ ആ മൂന്ന് സൊല്യൂഷനും എഴുതി നോക്കിയാട്ടെ നിങ്ങൾ. Thus, the various possible solution of the wave equations are എന്ന് പറഞ്ഞിട്ട് ഇതാ 1, 2, 3. ഒന്നാമത്തെന്ന് പറയുന്നത് കെ പോസിറ്റീവ് ആകുമ്പോഴുള്ള എക്സിന്റെയും ടീനെയും ഞാൻ എന്ത് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെയോ ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ, ഇവിടെ യുക്ക് പകരം ഞാൻ വൈ ഇട്ട് കൊടുത്തത്, അത് നിങ്ങൾ നോട്ടിലേക്ക് മാറ്റി എഴുതുമ്പോൾ യു തന്നെ ചെയ്യണം കേട്ടാ. ഇവിടെ എന്നോട് ഞാൻ മാറിപ്പോയി എഴുതല്. അപ്പം നമുക്ക് യു ഇസ് ഈക്വൽ ടു എക്സ് ടീൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം എന്ത് വരും, ഇത് എക്സ് ഇത് ടി. അപ്പം എക്സ് ഇൻറ്റു ടി ഒന്നാമത്തെ കേസ്, കെ ഗ്രേറ്റർ ദാൻ സീറോ എന്ന കേസ്. പിന്നെയോ രണ്ടാമത്തെ കേസ് കെ ലെസ് ദാൻ സീറോ ആകുമ്പോൾ കിട്ടുന്ന ആ ഒരു സൊല്യൂഷൻ, എ കോസ് പി എക്സ് പ്ലസ് ബി സൈൻ പി എക്സ് ഇൻറ്റു എ വൺ കോസ് പി സി ടി പ്ലസ്
B1 സൈൻ പി സി ടി കിട്ടും. പിന്നെയോ മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 എക്സ് ഇൻറ്റു C3 പ്ലസ് C4 ടി. അങ്ങനെ 3 ടൈപ്പ് നമുക്ക് എന്ത് കിട്ടി? വേവ് ഇക്വേഷൻ കിട്ടി. ഒന്ന് കെ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ, പിന്നെ ഒന്ന് കെ ലെസ് ദാൻ 0 ആകുമ്പോൾ, പിന്നെ ഒന്ന് കെ ഈക്വൽ ടു 0 ആകുമ്പോൾ. ഈ മൂന്നെണ്ണം ഇതിലായിരിക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമുക്ക് എങ്ങനെ ഈ 3 സൊല്യൂഷൻ വന്നത് എന്നില്ലല്ലോ, ആയിരിക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്യടോ. ഓക്കെ, ഇല്ല അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, നമുക്ക് അറിയാം ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ മാത്സിന്റെ ഒരു പ്രത്യേകത എന്താ, ഒരു ക്വസ്റ്റ്യന് ആപ്റ്റ് ആയിട്ട് ഒരൊറ്റ ആൻസർ മാത്രമേ ഉണ്ടാവും. അപ്പൊ നമുക്കിങ്ങനെ ഒരു വേവ് ഇക്വേഷന് 3-4 ആൻസേഴ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏതാ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എങ്ങനെയാ ചൂസ് ചെയ്യാ? ശരിക്കും വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പീരിയോഡിക് ആയിരിക്കും അല്ലെ. നമ്മളൊരു ഈ കടലിലെല്ലാം കാണുന്ന വേവുകൾ ശ്രദ്ധിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടാകുക? ഒരു റാ ഷേപ്പിൽ. നിങ്ങൾക്ക് സൈനിന്റെയും കോസിന്റെയും എല്ലാം ഗ്രാഫ് അറിയുന്നതല്ലേ? അറിയുന്നല്ലേ? എങ്ങനെയാ ഉണ്ടാകുക? ഒരു ഒഴുകുന്ന പോലത്തെ അങ്ങനെയല്ലേ ഉണ്ടാകുക സീറോന്റെ അകത്ത്? ഇപ്പൊ സൈനിന്റെ എടുത്തു കഴിഞ്ഞാൽ സീറോയില് 0, പിന്നെയോ π/2ന്റെ അകത്ത് 1, പിന്നെ അടുത്തതോ പൈന്റെ അകത്ത് 0. അങ്ങനെ ഒരു എന്താ പറയാ, സിക്സാക് മോഷൻ അല്ലേ വരുന്നത്. അതിന് നമ്മൾ പീരിയോഡിക് എന്നാ പറയാ. നിങ്ങൾ ഫിസിക്സിന്റെ അകത്തെല്ലാം പഠിച്ചിട്ടുണ്ടാവും അങ്ങനെ. ഇങ്ങനെയാണ് സൈനിന്റെ ഗ്രാഫ് വരിക, ഇങ്ങനെയാണ് കോസിന്റെ ഗ്രാഫ് വരിക. നമ്മളെ ഈ ഒരു റേസ് എല്ലാം ഉണ്ടാവില്ലേ, ഈ സൂര്യപ്രകാശത്തിനായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ആൽഫ ബീറ്റ ഗാമ റേസിനായിക്കോട്ടെ, അതിനുള്ളൊരു എന്താ പറയുക പ്രത്യേകം മൂവ്മെന്റ് ഉണ്ടാവുക. നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? വേവ് ഇക്വേഷൻ, പേര് തന്നെ എന്താ ഉള്ളത്? ഒരു വേവ് ടൈപ്പ്. അപ്പം നമ്മൾ ഈ ഒരു വൈബ്രേഷൻ കൊടുക്കുക ചെയ്യുന്നത്. വൈബ്രേഷൻ കൊടുക്കുമ്പം ജസ്റ്റ് അതെന്ത് വരും, നമ്മളെ സ്പ്രിങ് എല്ലാം കാണുന്നില്ലേ, ആ ഒരു ടൈപ്പ് ആയിട്ടായിരിക്കും അതിന്റെ വൈബ്രേഷൻസ് പോവുക. അപ്പൊ അങ്ങനെ ഈ വൈബ്രേഷൻസിനെ നമ്മൾ പീരിയോഡിക് നാച്ചർ എന്നാ പറയാ. അങ്ങനെ ഈ പീരിയോഡിക് നാച്ചർ ഉണ്ടാവണമെങ്കിൽ, ആ പീരിയോഡിക് നാച്ചറിനെ നമുക്ക് എന്താ പറയുക ഒറിജിനലായിട്ട് കിട്ടണമെങ്കിൽ, നമ്മൾ ഈ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആയ എന്ത് വേണം? സൈനും കോസും അങ്ങനത്തെ എല്ലാം ടേംസുകൾ നമ്മളെ സൊല്യൂഷനകത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒന്നാമത്തേനെയും മൂന്നാമത്തേനെയും ആയ ആ രണ്ട് സൊല്യൂഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് സെക്കൻഡ് സൊല്യൂഷൻ ആണ് നമ്മളെ ആപ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്തു. അപ്പൊ നമുക്ക് വേവ് ഇക്വേഷൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും ഇവിടെ? നിങ്ങൾക്ക് 3 ഇക്വേഷൻസും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അകത്ത് ആപ്റ്റ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇനി നാളെ തൊട്ട് വേവ് ഇക്വേഷന്റെ പ്രോബ്ലം ചെയ്യുന്നത്. ആ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം ഡയറക്റ്റ് ആയിട്ട് സൊല്യൂഷൻ എഴുതിയതിന് ശേഷം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടല്ല ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ എടുത്തെഴുതുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമുക്കിപ്പോൾ കിട്ടിയ ഈ സെക്കൻഡ് ഇക്വേഷൻ ആയിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. അതാണ് നമ്മളെ വേവ് ഇക്വേഷന്റെ ഒറിജിനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നോക്കിയാട്ടെ, ഓഫ് ദീസ് 3 സൊല്യൂഷൻ വി ഹാവ് ടു ചൂസ് ദാറ്റ് സൊല്യൂഷൻ വിച്ച് ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ദ ഫിസിക്കൽ നാച്ചർ ഓഫ് ദി പ്രോബ്ലം. As we will dealing with problems on vibration, y must be periodic functions of x and t. Hence, their solution must involve trigonometric terms. So, the solution is suitable for wave equation is y is equal to a cos px plus b sin px into a1 cos pct plus b1 sin pct. ഇതായിരിക്കണം നമ്മൾ എന്ത് വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു വേവ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് പഠിച്ചു. ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട പഠിച്ചാൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. എല്ലാരും ഒന്ന് കമന്റ് ചെയ്താട്ടെ. കുറച്ച് കുട്ടികൾ മാത്രല്ല, 33 കുട്ടികളില്ലേ. എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്താട്ടെ. ഓക്കെ, നിങ്ങൾക്ക് ഇതെല്ലാം എന്തായാലും എക്സാമിന് ചോദിക്കുന്ന കേട്ടോ. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നിങ്ങൾ മര്യാദയ്ക്ക് ശ്രദ്ധിച്ച് ചെയ്ത് ഏതെങ്കിലും സ്റ്റെപ്സിൻ്റെ അകത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നോട്ട് എഴുതുമ്പം ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുക. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പൊ നമ്മൾ എന്തെല്ലാം ഈ മോഡ്യൂൾ പഠിച്ച ഒന്നാമത്തേത് ഒരു വേവ് ഇക്വേഷൻ എന്താന്ന്, ആ വേവ് ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് എടുത്തത് എന്ന് പഠിച്ചു. പിന്നെയോ അങ്ങനെ ഒരു വേവ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്, അതിന് ആപ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഏതാന്ന് കിട്ടി. ഇനി നമ്മൾ നാളത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വേവ് ഇക്വേഷൻ വെച്ചിട്ട്
അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എങ്ങനെയെല്ലാം പ്രോബ്ലംസ് വരും, ആ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക അതുണ്ട്. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഒരു ഡി ആലംബേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ ഒരു ഫോർമുല വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. അതിനുശേഷം ഒരു ഹീറ്റ് ഇക്വേഷനും ആ ഹീറ്റ് ഇക്വേഷന്റെ സൊല്യൂഷനും. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് കഴിഞ്ഞ മോഡ്യൂളിന്റെ ഒരു ടെസ്റ്റ് പേപ്പർ വെക്കണ്ടേ? എപ്പോഴാ വെക്കേണ്ടത്? നിങ്ങളൊരു ഡേറ്റ് പറഞ്ഞാൽ എന്തായാലും ഈ ക്ലാസ് ടൈമിൽ വെക്കുന്നില്ല, അതിന് ശേഷം അതായത് ഉച്ചയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു 1 hour എടുത്തിട്ട് നിങ്ങൾ എഴുതാൻ പറ്റുന്ന വിധത്തിൽ ഏത് ഡേ ആന്ന് നാളത്തേക്ക് നിങ്ങളൊന്ന് പറയണം കേട്ടാ. അതൊന്ന് അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം വാട്സപ്പിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഇന്നത്തെ സെഷൻ നമുക്കിപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് നിങ്ങൾ അറ്റൻഡൻസ് പറഞ്ഞാട്ടെ. 1 2 3 3 ഇല്ലേ? 3 4